സനോജ് എം.എസ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ 2ാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. 14-ാം തീയതി നടക്കുന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആർട്സ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം SFI പ്രവർത്തകരിൽ നിന്ന് നേരിട്ട ഭീഷണിയെക്കുറിച്ച് സനോജ് പറയുന്നത് ഇങ്ങനെ. കോളേജ് കമ്മിറ്റിയിലുള്ളവരും അതിനുശേഷം പുറത്തുനിന്നുള്ള SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൂട്ടം കൂടി നിന്ന് അസഭ്യം പറഞ്ഞു. ഞങ്ങളെയും ഞങ്ങളെ വീട്ടുകാരെയും ചേർത്താണ് അസഭ്യം പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ചാൽ നിന്നെയൊക്കെ വെട്ടി അരിഞ്ഞ് ഈ കോളേജിനകത്ത് തന്നെ ഇട്ട് കത്തിക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇട്ട് കുഴിച്ചു മൂടും, പുറം ലോകം അറിയത്തില്ല. അങ്ങനെ അവർ തന്നെ എഴുതി തയ്യാറാക്കിയ പത്രികയിൽ സാറുമാരെ ഇന്ന് നിങ്ങൾ നോക്കണ്ട, സാറുമാരെല്ലാം ഞങ്ങളുടെ ആൾക്കാരാണ്, സാറുമാരെല്ലാം ഞങ്ങളുടെ ഒപ്പോസ് ചെയ്ത് തന്നെ നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ച് ഒപ്പിച്ചു. താനും SFIക്കാരനാണ്. പക്ഷേ കോളേജിനകത്ത് SFI നടത്തുന്ന ഏകാധിപത്യത്തിൽ മനമടുത്താണ് താൻ SFIക്കെതിരെ മത്സരിക്കുന്നതെന്നും സനോജ് പറയുന്നു. വധഭീഷണി മൂലമാണ് താൻ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അപേക്ഷയിൽ ഒപ്പിട്ടതെന്ന് റിട്ടേണിംഗ് ഓഫീസറായ അധ്യാപകനോട് പറഞ്ഞിട്ടും പത്രിക തള്ളുകയായിരുന്നു. അതേസമയം സനോജ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് പത്രിക പിൻവലിച്ചതെന്നാണ് SFIയുടെ വാദം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എങ്ങനെ SFIയെ മോശക്കാരാക്കി കാണിക്കാം, താറടിച്ച് കാണിക്കാം എന്നുള്ള ശ്രമങ്ങൾ കുറച്ചു കാലമായിട്ട് ഈ കോളേജിലെ തന്നെ വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവർ അഴിച്ചുവിടുകയാണ്. അതിന്റെ പിന്തുടർച്ച എന്നോണം ഉണ്ടായ വാർത്തയാണിത്. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പലിനും DCP അജിത ബീഗത്തിനും പരാതി നൽകിയ സനോജ് ഇന്ന് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കും പരാതി നൽകി. മീഡിയ 1 തിരുവനന്തപുരം.